ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സാം വലൈക്കും. ഞാനിതിന് മുൻപ് നൗഫൽ ഖാൻ്റെ ഒരു ബ്ലോഗ് ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ മരണപ്പെട്ടതും ഞാൻ ഇന്നലെ രാത്രി ആഡ് ചെയ്തിരുന്നു. ഓക്കെ. പിന്നെ ചിലർ ചോദിച്ചു, ജീവിതം യൂട്യൂബിലൂടെ പകർത്താനുള്ളതാണോ? അത് എല്ലാ ബ്ലോഗർമാർക്കും ഒരു വെല്ലുവിളിയായിട്ടാണ് ചോദിച്ചതെങ്കിലും ചോദിക്കാം. പച്ചയായിട്ടുള്ള ജീവിതമാണ് നൗഫൽ ഖാൻ്റെയും ഉപ്പയുടേതും ഉമ്മയുടേതും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ക്യാഷിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിലൂടെ ബ്ലോഗിലൂടെ കാണുന്നുണ്ട്. വിട്ടു നിന്നിട്ടും ദൂരെ നിന്നിട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ബ്ലോഗ് ചെയ്യും, ആര് എതിർത്താലും എന്ന് വിശ്വാസത്തോടെ പറയാം. നിങ്ങൾക്ക് ഇതാരും പിടികിട്ടിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പേടിച്ചിട്ട് ഒരു ബ്ലോഗർമാരും പുറകോട്ട് പോലെ. ലൈഫ് എന്ന് പറഞ്ഞാൽ പല ജീവിതങ്ങൾ, പല ലൈഫിലൂടെ കടന്നു പോകും. ചിലപ്പോൾ ഒരു കാലത്ത് നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരിക്കും, ചിലപ്പോൾ നല്ല രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കോലത്തിലായിരിക്കും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നൗഫൽക്കയും മറ്റു കൂട്ടുകാരും ചെയ്തു. ലൈഫിൽ ഏറ്റവും സങ്കടപ്പെട്ട സമയത്ത് പോലും നൗഫൽ ഖാൻ്റെ മുഖത്തുള്ള പുഞ്ചിരി, അതാണോ? ഒരുപാട് സങ്കടമുള്ളവരും പുഞ്ചിരിക്കും, പക്ഷേ സങ്കടങ്ങൾ നിങ്ങളറിയാതിരിക്കാനാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. അല്ലാതെ കുറേ കമൻറ്റുകളും കുറേ കാര്യങ്ങളുമല്ല. നൗഫൽ ഖാൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കിനി കഴിയുക. ഓക്കെ. അസ്സലാമു അലൈക്കും.